ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് കംപ്ലീറ്റ് ലിസ്റ്റുകളാണ്. ജൂൺ മാസം 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ്. ഏകദേശം 37ഓളം റിലീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എന്തായാലും നമുക്ക് അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ സിനിമകളാണ് റിലീസ് ചെയ്തിട്ടുള്ളത് നോക്കാം. നമുക്ക് അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് പിന്നെ മലയാളത്തിൽ റിലീസ് ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മൂൺ വാക്ക് എന്ന് പറഞ്ഞ സിനിമ. ഒരു ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ സിനിമ എന്നുള്ളത് ശ്രുതി ഹാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹോളിവുഡ് മൂവിയാണ്. ദ എയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ആണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. UK-ലാണ്, ഇന്ത്യക്ക് പുറത്തായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. 2 ഓപ്ഷനിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. പയനികൾ ഗൗനിക്കവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു തമിഴ് സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കരാട്ടെ കിഡ് ലെജൻസ് എന്ന സിനിമയാണ്. ജാക്കി ചാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇന്ത്യക്ക് പുറത്തായിട്ടാണ് ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത ടു മച്ച് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ആനിമേറ്റഡ് ഫാന്റസി അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. 7 ബിയേഴ്സ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഫ്രഞ്ച് ക്രൈം ത്രില്ലർ മിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. അണ്ടർ എ ഡാർക്ക് സൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഫ്രഞ്ച് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ക്രൈം മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ബെല്ലാഡ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സീരീസ് ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സോംബി ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തായ് മൂവിയാണ്. സിയാം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തായ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഭാഷകളായി നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ദ ഗ്രിഞ്ചോ ഹണ്ടേഴ്സ് ആണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, സ്പാനിഷ് ഭാഷകളായി നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്ത സിനിമയാണ്. നമ്മുടെ ടൊവിനോ തോമസും സുരാജ് വെഞ്ഞാറമൂടും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ. സോണി ലിവിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്. ഒരു ഇന്ത്യൻ റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സീരീസ് ആണ്. 4 years later എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജർമ്മൻ മൂവിയാണ്. ബ്രിക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജർമ്മൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ ഡോൺലി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കൊറിയൻ മൂവിയാണ്. കൊറിയൻ ഹൊറർ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഹോളി നൈറ്റ് ഡെമോൺ ഹണ്ടേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹോളി നൈറ്റ് ഡെമോൺ ഹണ്ടേഴ്സ് ഈ സിനിമ ഇപ്പോൾ കൊറിയൻ ഭാഷയിൽ അവൈലബിൾ ആണ്. സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സിൽ ജൂലൈ മാസം 31-ാം തീയതി മൾട്ടി ഓഡിയോ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത സിനിമ മലയാളത്തിലുള്ള സിനിമയാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. കുണ്ടന്നൂരിലെ കുൽസിത ലഹള എന്ന് പറഞ്ഞ സിനിമ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഗിന്നസ് ബുക്കിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ത്രില്ലർ മൂവിയായിരുന്നു. 916 കുഞ്ഞോട്ട് എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വൽ എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന മലയാള സിനിമയാണ്. ഇന്ദ്രജിത്ത്, മനശ്വരാജൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മിസ്റ്റർ ആൻഡ് മിസ് ബാച്ചിലർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മലയാളം മാക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം റൊമാൻറ്റിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. സാരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളായിട്ട് ആഹാലും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആഹയിൽ തമിഴാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ഭാഷകളിൽ ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് വന്നിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ സൈലന്റ് ഹവർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജർമ്മൻ മൂവിയാണ്. നെവർ എലോൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ജർമ്മൻ, റഷ്യൻ ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. മിസ്റ്റർ റാണി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കന്നഡ ഭാഷ കൂടാതെ തെലുങ്ക്, തമിഴ്, മലയാള ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മേഡിയാസ് ഡെസ്റ്റിനേഷൻ വെഡിങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ഈ സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. കർക്കി നാനു BALLB എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കന്നഡ ഭാഷയിൽ സൺനെക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സയൻസ് ഫിക്ഷൻ ഫാന്റസി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സീരീസിന്റെ 3ാമത്തെ സീസണാണ്. Apple TV+ലാണ് ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്.
അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് ചെന്നൈ സിറ്റി ഗ്യാങ്സ്റ്റേഴ്സ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ടെൻഡികോട്ട OTT പ്ലാറ്റ്ഫോമിലും സൺനെക്സ്റ്റിലും ആയിട്ടാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡച്ച് മൂവിയാണ് ഓൾമോസ്റ്റ് കോപ്സ് എന്നാണ് ഈ സിനിമയുടെ പേര് വരുന്നത്. കോമഡി മൂവിയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, ഡച്ച് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് അക്കര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടെൻഡികോട്ട OTT പ്ലാറ്റ്ഫോം വഴി തമിഴ് ഭാഷയിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത മാധവൻ പ്രധാന വേഷം കൈകാര്യം ഒരു ഡയറക്റ്റ് OTT റിലീസ് ആയിരുന്നു. ആപ് ജയ്സെ കോയി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആപ് ജയ്സ കോയി. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ടാണ് ഈ സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിലാണ് ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് ഏറ്റ് വസന്തലു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് 6 ജേർണി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ 2 ഓപ്ഷനിലാണ് ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ് ഹോളോകോസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത നമ്മുടെ രേണു സുധി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു മലയാള സിനിമയാണ് വേര് എന്ന് പറയുന്ന സിനിമ. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു ഹിന്ദി ഹിസ്റ്റോറിക്കൽ ബയോഗ്രഫി ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് LAC ബാറ്റിൽ ഓഫ് ഗൽവാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ യൂട്യൂബിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഷോർട്ട് മൂവിയാണ്. ഏകദേശം ഒരു 1.25 മണിക്കൂർ സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. അടുത്തൊരു കോമഡി ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് റിഫ് റാഫ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ് ഡെക്സ്റ്റർ റെസറക്ഷൻ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച OTT റിലീസ് ചെയ്തായിട്ടുള്ളത്. ഏകദേശം 37 റിലീസുകളാണുള്ളത്. അപ്പോൾ ഈ റിലീസുകളിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും